ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന എല്ലാ വണ്ടികളിലും ഈ ഒരു സ്വിച്ച് അല്ലെങ്കിൽ ഈ ഒരു സിമ്പിൾ കാണാറുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റമാണ്, TCS എന്നാണ് അതിനെ പറയണത്. ഇത് എപ്പോഴാണ് വർക്ക് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വണ്ടികളിലും സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് വർക്ക് ആവാറുണ്ട്. ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വളവ് വളയുമ്പോഴോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു തെന്നിക്കിടക്കുന്ന മഴക്കാലങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ തെന്നിക്കിടക്കുന്ന സർഫസുകളിൽ വണ്ടി ഓടിക്കുമ്പോഴോ വണ്ടിയുടെ ടയർ നാല് സ്പീഡിൽ കറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതായത് ഓരോ സ്ഥലത്തെ തെന്നലനുസരിച്ച് അല്ലെങ്കിൽ വളയുമ്പോൾ ആ കർവിനനുസരിച്ചിട്ട് ടയറിൻ്റെ സ്പീഡുകൾ പല രീതിയിൽ കറങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല സ്പീഡിൽ ടയർ കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റി നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനും പറ്റത്തില്ല, വണ്ടി നമ്മൾ ഉദ്ദേശിക്കാത്ത ഡയറക്ഷനിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം ഓൺ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ടയർ സ്പീഡ് കൂടി കറങ്ങണമെന്നുണ്ടെങ്കിൽ ആ ടയറിലേക്കുള്ള പവർ കട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആ ടയറിലേക്ക് ഒരു ബ്രേക്കിംഗ് കൊടുത്തുകൊണ്ടോ ആ ടയറിനെ ബാക്കി ടയറുകളുടെ അതേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യിക്കും. അപ്പോൾ നമ്മളുടെ വണ്ടി നമുക്ക് സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാനും നമുക്ക് കൂടുതൽ ട്രാക്ഷൻ, അതായത് നമ്മളുടെ റോഡായിട്ടുള്ള കോണ്ടാക്ട് കൂടുതൽ പ്രോപ്പറായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ സിമ്പിളും ഓഫായി കിടക്കുന്ന സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കി ഈ തെന്നലും കറുവൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു 90% സാഹചര്യങ്ങളിൽ നമ്മൾ ട്രാക്ഷൻ കൺട്രോൾ ഉപയോഗിച്ച് തന്നെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. ട്രാക്ഷൻ കൺട്രോൾ എപ്പോഴാണ് ഓഫ് ചെയ്യേണ്ടത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് പേജ് ഫോളോ ചെയ്യുക.